ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ദീനുൽ ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കാനാണ്. സൂറത്തുൽ ബഖറയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിൽ പരിപൂർണമായി പ്രവേശിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ കാലടിപ്പാടുകളെ പിന്തുടർന്നു പോകരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, തീർച്ചയായും പിശാച് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ സമൂഹത്തിൽ വലിയൊരു വിഭാഗം അവർക്ക് ഇഷ്ടപ്പെട്ടതും അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നതുമായ കാര്യങ്ങളിൽ മാത്രം ദീന് സ്വീകരിക്കുകയും അതല്ലാത്ത ആ കാര്യങ്ങളിൽ ദീനിന്റെ നിയമങ്ങളെ പരസ്യമായി പോലും ലംഘിക്കുവാൻ യാതൊരു പ്രയാസവും ഇല്ലാതെ അതിന് തയ്യാറാവുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. ചിലർക്ക് നാടോടുമ്പോൾ അതിന്റെ നടുവിലോടാൻ ഞാനും തന്നെ ഉണ്ടാകേണ്ടതുണ്ട്, ഇങ്ങനെ ദീൻ പാലിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നൊന്നും എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഭയപ്പെട്ടുകൊണ്ട് ചിലർ മനഃപൂർവ്വം തന്നെ ചില ഹറാമുകളെ പരസ്യമായി ചെയ്യുന്നത് കാണാൻ സാധിക്കും. അത്തരത്തിൽ ആളുകൾ വളരെ നിസ്സാരമായി കാണുന്ന ഒരു ചിന്മയാണ് സംഗീതം ആസ്വദിക്കുക എന്നുള്ള കാര്യം. സംഗീതാസ്വാദനം സമൂഹത്തിൽ ഇന്ന് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. നാം എവിടെ ചെന്ന് കയറിയാലും ശരി, സംഗീതത്തിന്റെ അകമ്പടിയോടെ അല്ലാതെ പലപ്പോഴും നമുക്ക് മുന്നോട്ട് നടക്കാനോ ഇരിക്കാനോ സാധിക്കാത്തതായ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളിൽ വലിയൊരു ഭാഗം അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ട് ഇത്തരം തിന്മകൾ ചെയ്യുമ്പോൾ വേറെ ചിലർ അത് ഇസ്ലാമികമായി ചിത്രീകരിക്കാനുള്ള ബദ്ധപ്പാടിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ അത് ഹലാലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദീനിൽ അവൻ നമുക്ക് മസ്ലഹത്തുള്ള ഉപകാരമുള്ള കാര്യങ്ങളെ ഹലാലാക്കി നൽകുകയും നമുക്ക് നമ്മുടെ ഖൽബിനും ശരീരത്തിനും ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നിഷിദ്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പിന്നിൽ കൂടിക്കൊണ്ട് മറ്റൊരാൾക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ ഹലാലാക്കാനുള്ള അനുവാദമില്ല. അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കാനും അനുവാദമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വലാ തഖൂലൂ ലിമ തസിഫു അൽസിനതികുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം, നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണ് എന്ന് നിങ്ങൾ കള്ളം പറയരുത്. ലിതഫ്തറു അലല്ലാഹിൽ കദിബ്, അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മേൽ അവൻ പറയാത്ത കാര്യങ്ങൾ കള്ളം കെട്ടി ചമക്കുന്നവരാണ് നിങ്ങൾ. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അറിവില്ലാതെ ഹലാലുകളും ഹറാമുകളും പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. അപ്പോൾ സഹോദരങ്ങളെ, ജനങ്ങളിൽ വലിയൊരു ഭാഗം അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റി ചെയ്യുമ്പോൾ ചിലർ അത് ഇസ്ലാമികമായി ചിത്രീകരിക്കാൻ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ജനങ്ങൾ അവരോട് ഇത്തരം വിഷയങ്ങളിലേക്ക് അതിന്റെ ദീനി വിധി, മതവിധി ചോദിക്കുന്ന വേളയിൽ അവർ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ ഹലാലാക്കി പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ ജനങ്ങളിൽ നിന്നും ഒറ്റയടിക്ക് ഇൽമിനെ, അറിവിനെ ഉയർത്തിയെടുക്കുകയില്ല. വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ഉയർത്തുന്നത് പണ്ഡിതന്മാരുടെ വിയോഗത്തോടു കൂടിയാണ്. ഹത്താ ഇദാ ലം യത്രുക് ആലിമൻ, അങ്ങനെ ഒരു പണ്ഡിതൻ ഒരു നാട്ടിൽ ഇല്ലാതിരിക്കുമ്പോൾ ഇത്തഖദൻ നാസു റൂസൻ ജുഹാല, ആളുകൾ ചില വിഡ്ഢികളായ ആളുകളെ നേതാക്കന്മാരായി നിശ്ചയിക്കുകയും ഫസുഇലു ഫഅഫ്തു ബിഗൈരി ഇൽമിൻ ഫദല്ലു വഅദല്ലു, അവർ ചോദിക്കപ്പെടുകയും അവർ അറിവില്ലാതെ മതവിധികൾ നടത്തുകയും അവർ സ്വയം പിഴക്കുകയും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് സഹോദരങ്ങളെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം പണ്ഡിതന്മാർ തന്നെ സാധാരണക്കാരെ ഇത്തരം നലാലത്തുകളിൽ നിന്നും വഴികേടുകളിൽ നിന്നും ഹിദായത്തിന്റെ മാർഗം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇത്തരം സംഗീതങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം അത് ദീനിപരമായി തെറ്റില്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും എന്തുമാത്രം തെളിവുകളാണ് ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 4 മദ്ഹബുകളുടെ ഇമാമുമാരും സംഗീതം ആസ്വദിക്കുക എന്ന് പറയുന്നത് നിഷിദ്ധമാണെന്ന കാര്യത്തിൽ ഏകോപിച്ചിരിക്കുന്നു.
റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ അനേകം ആയത്തുകളിൽ സഹോദരങ്ങളെ സംഗീതം നിഷിദ്ധമാണ് എന്ന് വളരെ വ്യക്തമായി അർത്ഥശങ്കക്കിടയില്ലാത്ത രൂപത്തിൽ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കൂ, സൂറത്തുൽ ലുഖ്മാനിൽ അതിന്റെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആദ്യത്തെ 5 ആയത്തുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങളെ കുറിച്ച് പറയുകയാണ്. മുഅ്മിനീങ്ങൾ നിസ്കാരം നിലനിർത്തുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ് തുടങ്ങിയ അവരുടെ നല്ല നല്ല ഗുണങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞതിന് ശേഷം 6-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫാറുകളുടെ, സത്യനിഷേധികളുടെ ഗുണങ്ങൾ എടുത്തു പറയുകയാണ്. അവരുടെ ദുർഗുണങ്ങൾ എടുത്തു പറയുമ്പോൾ ആദ്യം പറഞ്ഞത് വമിനൻ നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് യശ്തരി ലഹ്വൽ ഹദീസ്, അവർ വിനോദ വർത്തമാനങ്ങൾ ലഹുൽ ഹദീസ് അത് വിലക്ക് വാങ്ങുന്നവരാണ്. ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ഈ ലഹുൽ ഹദീസ് കൊണ്ട് ആളുകളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകും. വയത്തഖിദഹാ ഹുസ്വ, ദീനിന്റെ കാര്യങ്ങളെ പരിഹാസ്യമാക്കി തീർക്കുകയും ചെയ്യും. ഉലൈക ലഹും അദാബും മുഹീൻ, അവർക്കാണ് അപമാനകരമായ ശിക്ഷയുള്ളത്. അല്ലാഹു തആല പറയാൻ, വൈദാ തുത്ല അലൈഹിം ആയാതുന, അവർക്ക് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കേൾപ്പിച്ചു കൊടുത്താൽ വല്ലാ മുസ്തക്ബിറ, അവർ തിരിഞ്ഞുകളയും. കല്ലം യസ്മഅഹ കഅന്ന ഫീ ഉദ്നൈഹി വഖറ, അവർ കേട്ടിട്ടില്ലാത്തതുപോലെ, അതല്ലെങ്കിൽ അവരുടെ ചെവിടുകളിൽ എന്തെങ്കിലുമൊക്കെ അടപ്പുകൾ വെച്ചതുപോലെ, അവർ കേൾക്കാത്തതുപോലെ അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് ഓതി കൊടുക്കുമ്പോൾ അവർ തിരിഞ്ഞുകളയും. ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. സഹോദരങ്ങളെ, ഈ ആയത്തിൽ പറഞ്ഞ വമിനൻ നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ്, ഇവിടെ പറഞ്ഞ വിനോദ വർത്തമാനം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് മഹാന്മാരായ സ്വഹാബികൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, അൽ ഗിനാ വല്ലദി ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് സത്യം ചെയ്തുകൊണ്ട് 3 പ്രാവശ്യം അദ്ദേഹം ആവർത്തിച്ചു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഉദ്ദേശിക്കുന്ന ലഹുൽ ഹദീസ് എന്ന് പറയുന്നത്, വിനോദ വർത്തമാനം എന്ന് പറയുന്നതിൽ ആദ്യം പെടുന്നത് സംഗീതം തന്നെയാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലഹുൽ ഹദീസ്, വിനോദ വർത്തമാനം, അൽ ഗിനാഉ വ അശ്ബാഹുഹു, സംഗീതവും അതിനോട് സാദൃശ്യമുള്ള കാര്യവുമാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ. അതുപോലെ സഹോദരങ്ങളെ, തഫ്സീർ ത്വബരിയിൽ നമുക്ക് കാണാം, ഇമാം മുജാഹിദ് റഹിമഹുല്ല മുഫസ്സിറാൻ താബിഇയാൻ, അദ്ദേഹം പറയുന്നത് ഇവിടെ ലഹുൽ ഹദീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ചെണ്ടവാദ്യമാണ്, ചെണ്ട കൊണ്ടുള്ള താളം പിടിക്കലാണ് ലഹുൽ ഹദീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ. മഹാനായ ഹസ്സനുൽ ബസ്രി റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് ഈ ആയത്ത് അവതരിച്ചത് വാദ്യോപകരണത്തിന്റെയും സംഗീതത്തിന്റെയും വിഷയത്തിലാണെന്നുള്ളത് തഫ്സീർ ഇബ്നു കസീറിൽ സഹോദരങ്ങളെ നമുക്കിത് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അഥവാ മുഫസ്സിറുകളെല്ലാം തന്നെ ഈ ആയത്തിൽ പറയുന്ന ലഹുൽ ഹദീസ് അതിൽ സംഗീതം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഐക്യകണ്ഠേന സഹോദരങ്ങളെ പറയുകയാണ്. ഇതല്ലാത്ത ദീനിൽ നിന്നും തെറ്റിച്ച് കളയുന്ന കാര്യങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ല. പക്ഷെ സംഗീതം എന്നുള്ളത് സ്വഹാബികൾ പ്രത്യേകം അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു തരുമ്പോൾ സഹോദരങ്ങൾ, ഇതിനേക്കാളും സംഗീതം നിഷിദ്ധമാണ് എന്നതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത്? നമ്മുടെ നാട്ടിലുമുള്ള മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള തഫ്സീറുകളിലും നമുക്കിത് കാണാൻ സാധിക്കുന്നില്ലേ? മഹാനായ അമാനി മൗലവി റഹിമഹുല്ല അദ്ദേഹം സൂറത്തുൽ ലുഖ്മാനിൽ ഈ 6-ാമത്തെ ആയത്തിന് നൽകിയ വിശദീകരണത്തിൽ ഞാൻ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സ്വഹാബികളിൽ നിന്നുള്ള ഉദ്ധരണികൾ ഉൾപ്പെടെ അദ്ദേഹം എടുത്തു കൊടുത്തത് കാണാൻ സാധിക്കും. എന്നിട്ടും ഇത്തരം തഫ്സീർ ഗ്രന്ഥങ്ങൾ വീട്ടിൽ വെച്ചതിന് ശേഷവും ചില ആളുകൾ സഹോദരങ്ങളെ അവരിതാ സംഗീതത്തെ ഹലാലായി കാണിക്കുകയും ജനങ്ങളെ വഴിപിഴപ്പിക്കുകയും ചെയ്യുന്നത് എത്ര ഖേദകരമായ കാര്യമാണ്. അതുപോലെ ഇവിടെ മലയാളത്തിലുള്ള മറ്റു പ്രസിദ്ധമായ മറ്റൊരു തഫ്സീറാണ് അബുൽ അഅ്ല മൗദൂദിയുടെ തഹ്ഫീമുൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീർ. എന്നിട്ടും ഈ തഫ്സീറിൽ വളരെ കൃത്യമായി അതിന്റെ 3-ാമത്തെ വോള്യത്തിൽ സൂറത്തുൽ ലുഖ്മാനിന്റെ 6-ാമത്തെ ആയത്തിൽ ഈ പറഞ്ഞ ഉദ്ധരണികളെല്ലാം എടുത്തു കൊടുത്തുകൊണ്ട് മൗദൂദി അത് കൃത്യമായി സംഗീതം നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ട് പോലും ആ മൗദൂദി എന്ന് പറയുന്ന വ്യക്തിയെ എടുത്തു നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾ സംഗീതം ഹലാലായി കാണുകയും ജനങ്ങളെ വഴിപിഴപ്പിക്കുകയും ചെയ്യുന്നത് എത്ര ഖേദകരമായ കാര്യമാണ്. അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ പോലും അത്തരം സംഗീത പരിപാടികൾ വെക്കുന്നതിനോ അതിനു വേണ്ട പ്രാക്ടീസുകൾ നടത്തുന്നതിനോ യാതൊരു രൂപത്തിലും ലജ്ജയുമില്ലാതെ അള്ളാഹുവിനെ ഭയപ്പെടാതെ സഹോദരങ്ങൾ ഇവർ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വലിയ താക്കീതുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ കൃത്യമായി നിഷിദ്ധമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ് സംഗീതം എന്നുള്ളത്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന മറ്റൊരു കാര്യം കാണാം. ഇബ്ലീസിനോട് പറയുന്ന രംഗമാണ്, ഖാല ദഹബ്, ഇബ്ലീസേ നീ പോകുക, ഫമൻ തബിഅക മിൻഹും ഫഇന്ന ജഹന്നമ ജസാഉഹും ജസാഅൻ മഗ്ഫൂറ, അവരിൽ നിന്നും വല്ലവരും നിന്നെ പിന്തുടരുന്ന പക്ഷം നിങ്ങൾക്കെല്ലാമുള്ള പ്രതിഫലം
നരകം തന്നെയായിരിക്കും അതത്ര നിങ്ങൾക്ക് ലഭിക്കുന്ന തികഞ്ഞ പ്രതിഫലം എന്ന് ഇബ്ലീസിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് ശേഷം ഇബ്ലീസിനോട് താക്കീത് ചെയ്യുന്നുണ്ട്. വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻ സൗതിക്, അവരിൽ നിന്ന് നിനക്ക് സാധ്യമാകുന്നവരെ നിന്റെ ശബ്ദം കൊണ്ട് നീ ഇളക്കി വിട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് ഇബ്ലീസിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻ സൗതിക്, ഇബ്ലീസിന്റെ ശബ്ദം എന്ന് പറയുന്നത് മഹാനായ മുജാഹിദ് റഹിമഹുല്ല പറയുന്നുണ്ട് ബില്ലഹ്വി വൽ ഗിന, ഇബ്ലീസ് ആളുകളെ പിഴപ്പിക്കുന്നത് ബില്ലഹ്വി വൽ ഗിന, വിനോദവും സംഗീതവും കൊണ്ടാണെന്ന് വളരെ കൃത്യമായി പറയുകയാണ്. മഹാനായ വഹാഖ് റഹിമഹുല്ല അദ്ദേഹം അതിനെ വിശദീകരിച്ചത് സൗത്തുൽ മിസ്മാർ, പുല്ലാങ്കുഴലിന്റെ ശബ്ദമാണെന്ന് വളരെ കൃത്യമായി പറയാൻ. ഇപ്പൊ പിശാച് ആളുകളെ വഴിപഴപ്പിക്കുന്നത്, ആളുകൾ ഇളക്കിവിടുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ശ്രദ്ധ തെറ്റിക്കുന്നത് സംഗീതം കൊണ്ടാണെന്നുള്ളത് ഈ ആയത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. തഫ്സീർ ജലാലൈനിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും. ഇമാം ഖുർത്തുബി റഹിമഹുല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ ആയത്തിൽ വളരെ കൃത്യമായി ഉദ്ധരിച്ചത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നോക്കൂ, സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാനിനെ കുറിച്ച്, അള്ളാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ അടിമകളെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കുണ്ടായിരിക്കുന്ന നല്ല വിശേഷണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ വഇദാ മർറു ബില്ലഗ്വി മർറു കിറാമ. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, വ്യാജത്തിന് സാക്ഷി നിൽക്കാത്തവരാണ്. അനാവശ്യ വൃത്തികൾ നടക്കുന്നിടത്തു കൂടി പോകുകയാണെങ്കിൽ മാന്യന്മാരായിക്കൊണ്ട് നടന്നു പോകുന്നവരാണ് യഥാർത്ഥത്തിൽ ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അടിമകൾ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. മഹാനായ ഇമാം മുജാഹിദ് റഹിമഹുല്ല ലാ യശ്ഹദൂന അസ്സൂർ, വ്യാജത്തിന് സാക്ഷ്യം നടക്കാത്തവരാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ യസ്മഊനൽ ഗിനാ, അവർ സംഗീതം കേൾക്കാത്തവരാണ്. അള്ളാഹുവിന്റെ അടിമകൾ സംഗീതം കേൾക്കാത്തവരാണ് എന്ന് വളരെ കൃത്യമായി ഇമാം മുജാഹിദ് റഹിമഹുല്ല തഫ്സീറിൽ പറയുന്നത് ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ റഹിമഹുല്ല മുൻഗാമിയാണ്. അദ്ദേഹം പറയാണ് ഹുവൽ ലഹ്വു വൽ ഗിനാ, ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം അത് വിനോദ വർത്തമാനവും സംഗീതവുമാണ് എന്ന് വളരെ കൃത്യമായി സഹോദരങ്ങളെ ഇവിടെ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ അവർക്കുള്ള നല്ല ഗുണമായി പറഞ്ഞ കാര്യമാണ് അവർ സംഗീതം കേൾക്കുകയില്ല എന്നുള്ളത്. സംഗീതം കേൾക്കുന്നത് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം ലഭിക്കുന്ന അടിമകളുടെ ഗുണത്തിൽപ്പെട്ടതല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. അതുപോലെ നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നജ്മിന്റെ അവസാനത്തിൽ പറയുന്നു അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂൻ, അല്ലയോ മുശ്രിക്കുകളെ, നിങ്ങൾക്ക് വേണ്ട തെളിവുകളെല്ലാം ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ അത്ഭുതമാണോ? ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതായി എന്ത് കാര്യമാണുള്ളത്? വളരെ വ്യക്തമായല്ല അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നിങ്ങൾ അത്ഭുതം കൂറിക്കൊണ്ട് അതിനെ തള്ളിക്കളയുകയാണോ? വതദ്ഹകൂന വലാ തബ്കൂൻ, അള്ളാഹുവിന്റെ ഈ ആയത്തുകൾ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കുകയാണോ? നിങ്ങൾ പൊട്ടിച്ചിരിക്കുകയും അതിന്റെ പേരിൽ കരയാതിരിക്കുകയും ചെയ്യുകയാണോ? വഅൻതും സാമിദൂൻ, നിങ്ങൾ സാമിദീങ്ങളായിരിക്കുകയാണോ? അശ്രദ്ധയിൽ ഇരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും സുഫിയാൻ സൗരി റഹിമഹുല്ല ഈ ആയത്തിന്റെ തഫ്സീർ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഅൻതും സാമിദൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംഗീതം കേൾക്കുന്നവരാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. സാമിദൂൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഗീതമാണ്. നിങ്ങൾ ഇങ്ങനെ സംഗീതത്തിൽ മുഴുകിയിരിക്കുകയാണോ? സംഗീതത്തിൽ മുഴുകി അശ്രദ്ധയിലായിരിക്കുകയാണോ എന്ന് വളരെ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഇമാം ഇക്രിമ റഹിമഹുല്ല സമാനമായി സാമിദൂൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഗീതമാണെന്ന് പറഞ്ഞത് ഇബ്നു കസീർ റഹിമഹുല്ല ഉദ്ധരിച്ചത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് ആയത്തുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സംഗീതം നിഷിദ്ധമാക്കിയത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തീർന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും വളരെ വിശദമായി സംഗീതം നിഷിദ്ധമാണ് എന്നതിന് തെളിവുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില വിഭാഗത്തെ കുറിച്ച് താക്കീത് ചെയ്യുകയാണ്. പരലോകത്ത് ഖിയാമത്ത് നാൾ വരുന്ന സമയത്തിന് മുമ്പായി ചില വിഭാഗങ്ങൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ തന്നെയാണ് ഉണ്ടാവുക, മറ്റു മതസ്ഥരിൽ നിന്നല്ല. അവിടുന്ന് പറയുന്നത് ലാ യകൂനന്ന മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ വരും. അഖ്വാം, ചില ആളുകൾ എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ വരും. യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, 4 കാര്യങ്ങൾ അത് അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്, അതിന് ഹലാലാക്കും. ഒന്നാമതായി പറഞ്ഞത് അൽ ഹിറ, വ്യഭിചാരത്തെ ഹലാലായ പല രൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ വരുന്നതായിരിക്കും. വൽ ഹരീർ, പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ധരിക്കാം എന്ന് പറഞ്ഞ് വേറെന്തെങ്കിലുമൊക്കെ പേരിൽ അതിനെ ഹലാലാക്കുന്നവരുണ്ടാകും. വൽ ഖംർ, മദ്യത്തെയും ഹലാലാക്കുന്ന ചില ആളുകൾ വരും. അതിനോടൊപ്പം 4-മതായി പറയുന്ന കാര്യമാണ് വൽ മആസിഫ്, സംഗീതോപകരണങ്ങൾ ഹലാലാണെന്ന് പറയുന്ന ഒരു വിഭാഗം വരും. അത് ഈ ഉമ്മത്തിൽ നിന്ന് തന്നെ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ വളരെ കൃത്യമായി പറയുകയാണ്.
മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഈ ഹദീസിൽ 2 രൂപത്തിൽ സംഗീതം വ്യക്തമായ നിഷിദ്ധമാണ്, കള്ളുപോലെ നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അഖ്വാമുൻ യസ്തഹില്ലൂൻ, ഹലാലാക്കുന്നവരെന്നാണ്. ഒരു കാര്യം നിഷിദ്ധമായത് കൊണ്ടാണ് അതിനെ ഹലാലാക്കുന്നവർ വരുമെന്ന് പറഞ്ഞത്. രണ്ടാമത്തെ തെളിവായി അവർ പറഞ്ഞത് സംഗീതത്തെ എണ്ണിയിട്ടുള്ളത് വ്യക്തമായ ഹറാമായ വ്യഭിചാരത്തെയും പുരുഷന്മാർ പട്ടുവസ്ത്രം ധരിക്കുക എന്നുള്ളതിനെയും അതുപോലെ മദ്യത്തിന്റെയും കൂടെയാണ്. മആസിഫുകൾ, സംഗീതോപകരണങ്ങളുടെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് സംഗീതം വ്യക്തമായ മദ്യം പോലെ തന്നെ നിഷിദ്ധമായ കാര്യമാണ് എന്നറിയിക്കുന്ന കാര്യമാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൗതാനി മൽഊനാനി ഫിദ് ദുനിയ വൽ ആഖിറ, 2 ശബ്ദങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ശപിക്കപ്പെട്ട ശബ്ദം തന്നെയാണ്. സൗതു മിസ്മാരിൻ ഇൻദ നിഅമ, സന്തോഷവേളയിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന സംഗീത ശബ്ദം. വസൗതു വൈലിൻ ഇൻദ മുസീബ, അപകടവേളയിൽ നാശം വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള അട്ടഹാസ ശബ്ദവും, ഇത് 2ഉം ശപിക്കപ്പെട്ട ശബ്ദമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ വളരെ കൃത്യമായി താക്കീത് ചെയ്യുകയാണ്. നോക്കൂ, ഇത്ര ആളുകളാണ് സന്തോഷം വരുന്ന വേളകളിൽ വിവാഹത്തിന്റെയും മറ്റു സദസ്സുകളിലും അങ്ങനെ എന്തെല്ലാം സന്തോഷങ്ങളുണ്ടോ അവിടെയെല്ലാം സംഗീതത്തിന്റെ ഉടമ്പടികൾ കൊണ്ടുവരുന്ന, അതിന്റെ അകമ്പടികളോടുകൂടി കാര്യങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ശപിക്കപ്പെട്ട ശബ്ദമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കൂടി സഹോദരങ്ങളെ നിങ്ങൾ കേൾക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുകയാണ്, ലാ യകൂനന്ന ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ചില ശിക്ഷകൾ വരുന്നുണ്ട്. ഖാസിഫുൻ, ഭൂമി കുലുക്കങ്ങൾ വരും, അതുപോലെ ഭൂമിയിലേക്ക് ആളുകൾ താഴ്ത്തിപ്പോകും. വഖദ്ഫുൻ, ചരൽ വർഷം ആകാശത്തു നിന്നുണ്ടാകും. വമസ്ഖുൻ, ജനങ്ങളുടെ രൂപമാറ്റം ഉണ്ടാകും. ഇങ്ങനെയുള്ള ശിക്ഷകൾ ഈ ഭൂമിയിൽ ഇറങ്ങി തുടങ്ങും. എപ്പോഴാണ്? വദാലിക ഇദാ ശരിബുൽ ഖുമൂർ, അവർ മദ്യം കഴിക്കാൻ ആരംഭിക്കുമ്പോഴാണ്. വത്തഖദുൽ ഖൈനാത്ത്, നർത്തകികളെ സ്വീകരിക്കുമ്പോഴാണ്. വളറബു ബിൽ മആസിഫ്, സംഗീതോപകരണങ്ങൾ അത് ഉപയോഗിക്കുമ്പോഴാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി താക്കീത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഇനി നിങ്ങൾ പറയുക, ഇനി നിങ്ങൾ ചിന്തിക്കുക, ഇത്രയും അധികം ആയത്തുകളിലും ഹദീസുകളിലും സംഗീതം നിഷിദ്ധമാണെന്ന് വ്യക്തമായി തെളിവുണ്ടായിട്ടും മുസ്ലിം ഉമ്മത്തിലെ വലിയൊരു ഭാഗം ഇതിനെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തിന്റെ വേളയിൽ പോലും സംഗീതത്തിന്റെ അകമ്പടി ഇല്ലാതെ അവർക്കൊന്നിനും സാധിക്കുന്നില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹമായ വിവാഹം, അതിന്റെ വേളയിൽ, അതിന്റെ പന്തലിൽ സംഗീതത്തിന്റെ അകമ്പടിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചുകൊണ്ട് വല്ല കച്ചവടവും ആരംഭിക്കുകയാണെങ്കിൽ സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് അത് ആരംഭിക്കുന്നത്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ എല്ലാം പോയിട്ട് ആ വിവാഹ വേളയിൽ പോയി നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന കാർമ്മികത്വം നൽകുന്ന അവിടെയുള്ള ഖത്തീബുമാർ, അവർക്കതിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഇതിനു വേണ്ടി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുന്ന ഷോപ്പും മറ്റും ഉദ്ഘാടനത്തിന് പോകുന്ന തങ്ങന്മാർ, അവർക്ക് ഈ സംഗീതത്തെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് അതുപോലെയുള്ള ഹറാമുകളെ കുറിച്ച് ഇത്തരം മുതലാളിമാരെ കാണുന്ന വേളയിൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല. അതല്ലെങ്കിൽ ചില ആളുകൾ ഈ കാലഘട്ടത്തിൽ സംഗീതമൊക്കെ നിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ അതൊരു പിന്തിരിപ്പനായി ആളുകൾ കാണും. ഈ നൂറ്റാണ്ടിന് ചേർന്നവനല്ല എന്ന ആളുകൾ വിധി എഴുതും. അതുകൊണ്ട് അത്തരം രാഷ്ട്രീയക്കാരുടെയും ഒക്കെ അങ്ങനെയുള്ള മോശം സംസാരങ്ങൾ പഴി ഞാൻ കേൾക്കേണ്ടി വരുമെന്ന് ഭയച്ചാൽ പലരും ഇത്തരം ഹറാമുകളെ കുറിച്ച് മിണ്ടാതെയായി തീർന്നു. അങ്ങനെ ജനങ്ങളിൽ അത്തരം തിന്മകൾ നാൾക്കുനാൾ വർദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം ആരും എതിർത്ത് സംസാരിക്കുന്നില്ല. അല്ല, ചിലർക്കത് സംസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ തന്നെ പല മതസംഘടനകളുടെ തന്നെ പരിപാടികളിലും സംഗീതത്തിന്റെ അങ്ങനെയുള്ള അകമ്പടിയോടുകൂടിയാണ് പല ഉദ്ഘാടനങ്ങളും പല സമ്മേളനങ്ങളും മറ്റുമൊക്കെ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങളോട് അവർക്ക് സംഗീതത്തിൽ നിന്നും എതിർത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സഹോദരങ്ങളെ ഒരു വസ്തുതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും തെറ്റുകൾ തിരുത്താനും ഉമ്മത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم. സഹോദരങ്ങളെ, ഒരിക്കൽ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ, അവരെ കുറിച്ചിട്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്, വൻ ആയിഷ റളിയല്ലാഹു അൻഹ റഅത് മുഗന്നിയൻ യുഗന്നി ഫീ ബൈതി ബനാതി അഖീഹ. അവരുടെ സഹോദരന്റെ പെൺമക്കളുടെ വീട്ടിൽ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒരാളിങ്ങനെ സംഗീതം ആലപിക്കുന്നതായി കണ്ടു. ഫമറത് ബിഹി ആയിഷത്തു റളിയല്ലാഹു അൻഹ ഫറഅത്ഹു യതഗന്ന. അവരിങ്ങനെ പോകുന്ന സമയത്ത് ഒരാളിങ്ങനെ സംഗീതം അങ്ങനെ പാട്ട് പാടുന്നതായിട്ട് കണ്ടു. വയുഹർരികു റഅസഹു തറബ. ഈ പാട്ട് പാടുന്ന വ്യക്തി അയാളുടെ തലയൊക്കെ ഇങ്ങനെ ആട്ടി കളിക്കുന്നുണ്ട്. വകാന ദാ ശഅരിൻ കസീർ.
നീണ്ട മുടിയൊക്കെ ഈ പുരുഷനുണ്ട് എന്നാണ് പറയുന്നത്. ഫഖാലത് ആയിഷത്തു റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹാ നീ നീണ്ട മുടിയോടുകൂടി തലയൊക്കെ ആട്ടിക്കൊണ്ട് അവിടെ പാട്ട് പാടുന്നവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഉഫ്ഫിൻ ശൈത്താൻ, ശൈത്താനാണ് ഇവൻ, അഖ്രിജൂഹു അഖ്രിജൂഹു, ഇവനെ പിടിച്ച് പുറത്താക്കുക, ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും വീട്ടിൽ വെച്ച് പൊറുപ്പിക്കരുത് എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ അവരുടെ സഹോദരന്റെ പെൺമക്കളുടെ വീട്ടിൽ ഇങ്ങനെ ഒരുത്തം പാട്ട് പാടുന്നത് കണ്ടപ്പോൾ അവിടുന്ന് വളരെ കൃത്യമായി ആക്ഷേപിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്. എന്നാൽ എന്താണ് മുസ്ലിം സമൂഹത്തിന്റെ വലിയൊരാളുകളുടെയും അവസ്ഥ? മുട്ടിപ്പാട്ടെന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിലേക്ക് കല്യാണ തലേന്ന് രാവുകളിൽ ഇതാ ചില ആളുകളെ കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി പണം അങ്ങോട്ട് എണ്ണിക്കൊടുക്കുകയാണ്. എത്ര കൊടുക്കുന്നതിൽ യാതൊരു പ്രയാസവുമില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പോലും പ്രയാസമുള്ള ആളുകൾക്ക് കല്യാണ തലേന്ന് കളറാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഹറാമുകൾ ചെയ്യാൻ, എന്നിട്ട് അതിനു ചുറ്റും സ്ത്രീകൾ ഹിജാബ് പോലും ഇല്ലാതെ കൂടിയിരിക്കുകയാണ്. ഹറാമിനുമേൽ ഹറാമുകളായി സഹോദരങ്ങളെ ഇത്തരം കല്യാണ സദസ്സുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എതിർക്കാൻ ഒരു കാരണവന്മാരില്ല. എതിർക്കാൻ വേണ്ടി ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഒരാൾക്കും നാവ് പൊങ്ങുന്നില്ല. ആളുകൾ അങ്ങനെ ഹറാമുകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ടിപ്പാട്ടെന്ന് പറഞ്ഞാൽ എന്തോ ഹലാലായ കാര്യം പോലെയാണ്. നമ്മളങ്ങനെ വലിയ സംഗീത സദസ്സുകളൊന്നും സംഘടിപ്പിച്ചില്ലല്ലോ, വലിയ മ്യൂസിക് കൺസേർട്ട് ഒന്നും സംഘടിപ്പിച്ചില്ലല്ലോ. മുട്ടിപ്പാട്ട് എന്ന് പറയുന്നത് എന്തോ ഹലാല് പോലെയാണ്. സഹോദരങ്ങളെ, ഹറാമായ മുഴുവൻ കാര്യങ്ങളും അവരുടെ അടുക്കലുണ്ട്. അതോടൊപ്പം തന്നെ വളരെ മോശപ്പെട്ട പ്രേമത്തിന്റെയും മറ്റും സംഗീത ഗാനങ്ങളാണ് അവിടെ ആലപിക്കുന്നത്. എന്നിട്ട് ആണും പെണ്ണും കേട്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. മുസ്ലിം ഉമ്മത്ത് ദീനിൽ നിന്നും വളരെ പുറകോട്ട് പോകാനുള്ള വലിയ പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഈ സംഗീതാസ്വാദനമാണ്. നോക്കൂ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, അൽ ഗിനാഉ യുംബിതു നിഫാഖ ഫിൽ ഖൽബ് കമാ യുംബിതുൽ മാ അൽ ബഖൽ, വെള്ളം ചെടികളെ മുളപ്പിക്കുന്നത് പോലെ സംഗീതം ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കാപട്യത്തെ മുളപ്പിക്കുന്നതാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു തരികയാണ്. അത് ബാഹ്യമായി ചില ഇസ്ലാമികമായ കോലങ്ങളും രൂപങ്ങളൊക്കെ ഉണ്ടാകും. ഹൃദയത്തിന്റെ അകത്തേക്ക് വിശ്വാസമില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി കുറഞ്ഞു പോകുകയാണ്, സ്വർഗത്തെ കുറിച്ച് പ്രതീക്ഷ കുറഞ്ഞു പോകുകയാണ്, അമലുകളിൽ വലിയ അലസത ഉണ്ടാവുകയാണ്. ഈ സംഗീതം കൊണ്ടുണ്ടാകുന്ന വലിയ ഫിത്നകളിൽപ്പെട്ട കാര്യമാണെന്ന് സഹോദരങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അറിയുക, 4 മദ്ഹബിന്റെ കർമ്മശാസ്ത്രത്തിന്റെ 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരും ഏകോപിച്ചിട്ടുള്ള കാര്യമാണ് സംഗീതം നിഷിദ്ധമാണെന്നുള്ളത്. മഹാനായ അബൂ ഹനീഫ റഹിമഹുല്ലാ അദ്ദേഹം സംഗീതത്തിന്റെ വിഷയത്തിൽ വളരെ കടുത്ത നിലപാട് സ്വീകരിച്ചതായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇഗാസത്തുൽ ലഹ്ഫാൻ എന്ന കിതാബിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയാൻ, മദ്ഹബു അബി ഹനീഫത ഫീ ദാലിക മിൻ അശദ്ദിൽ മദാഹിബ്, 4 മദ്ഹബുകളും സംഗീതം നിഷിദ്ധമാണെന്നാണ് പറയുന്നത്. പക്ഷെ അബൂ ഹനീഫയുടെ മദ്ഹബ് വളരെ കണിശമായി പറയുന്നുണ്ട്. വഖൗലുഹു ഫീഹി അഗ്ലദുൽ അഖ്വാൽ, സംസാരങ്ങളിൽ വളരെ കടുത്തതായിട്ടാണ് അദ്ദേഹത്തിന്റെ സംസാരം. വഖദ് സറഹ അസ്ഹാബുഹു ബിതഹരീം സിമാഇൽ മലാഹി വകുല്ലിഹാ കൽമിസ്മാരി വദ്ദഫ് ഹത്ത ദർബ് ബിൽ ഖുലൈബ്, സംഗീതത്തിന്റെ എല്ലാ ഉപകരണങ്ങളും നിഷിദ്ധമാണെന്നുള്ള കാര്യത്തിൽ അവർ വളരെ കൃത്യമായി പറയുന്നു. അത് പുല്ലാങ്കോലാകട്ടെ, ദഫാകട്ടെ, ഒരു വടിയെടുത്തുകൊണ്ട് ഇങ്ങനെ താളം പിടിക്കുന്നതാകട്ടെ, എല്ലാം നിഷിദ്ധമാണ്. വസറഹു ബിഅന്നഹു മഅസിയ, അത് നിഷിദ്ധമായ മഅസിയത്താണെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. യൂജിബുൽ ഫിസ്ഖ്, ചെയ്യുന്നവൻ ഒരു തെമ്മാടിയായി മുദ്ര കുത്തപ്പെടും. ഇസ്ലാമികമായ ഒരു സാക്ഷ്യത്തിന് സംഗീതത്തിന്റെ ആളെ കൊണ്ടുവരിക്കപ്പെടുകയില്ല. അതിനേക്കാളൊക്കെ മുകളിൽ അവർ പറഞ്ഞത് സംഗീതം കേൾക്കുക എന്നുള്ളത് അത് മോശപ്പെട്ട തെമ്മാടിത്തരമാണ്. അത് ആസ്വദിക്കുക എന്ന് പറയുന്നത്, അതിൽ ആസ്വാദനം കണ്ടെത്തുക എന്ന് പറയുന്നത് കുഫ്റാണ് എന്ന് വളരെ കൃത്യമായി ഇമാം അബൂ ഹനീഫ് റഹിമഹുല്ലാ അവിടെ പറയുന്നുണ്ട്. ഒരിക്കൽ ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് സംഗീതത്തിന്റെ വിധിയെ കുറിച്ച് ചോദിച്ചു. ഇമാം മാലിക്, സംഗീതം കേൾക്കുക, സംഗീതത്തിന്റെ വിധി എന്താണ്? അദ്ദേഹം ചോദിച്ചു. ഇമാം മാലിക് റഹിമഹുല്ലാ ആ വന്ന വ്യക്തിയോട് ചോദിച്ചു, അയ്യുഹസ്സായിൽ, എന്നോട് ചോദിക്കാൻ വന്നവനെ, ഇദാ കാന യൗമുൽ ഖിയാമ വജീഅ ബിൽ ഹഖ് വജീഅ വബിൽ ബാത്തിൽ, പരലോകത്തെത്തുന്ന വേളയിൽ ഹക്കും ബാത്തിലും ഒക്കെ വേർതിരിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതല്ലോ, ഹക്കും ബാത്തിലും ഒക്കെ വേർതിരിയും. അങ്ങനെ ഹക്കും ബാത്തിലും ഒക്കെ വേർതിരിയുന്ന വേളയിൽ ഫഫി അയ്യിഹിമാ യകൂനുൽ ഗിനാ, നീ ചിന്തിക്കുക, സംഗീതം ഇതിൽ ഏതിലായിരിക്കും? ഹക്കിന്റെ കൂടെ ആയിരിക്കുമോ? നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും സക്കാത്തിന്റെയും അങ്ങനെയുള്ള ഒരുപാട് നന്മകളുടെ കൂടെ ആയിരിക്കുമോ ദുനിയാവിൽ നീ കാണുന്ന സംഗീതം? അതല്ല ഇപ്പുറത്തുള്ള ഹറാമുകളുടെ കൂടെ ആയിരിക്കുമോ? ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, അത് ബാത്തിൽ തന്നെയായിരിക്കും. എന്നിട്ട് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ചോദിച്ചു, വൽ ബാത്തിലു അയ്ന യകൂൻ, ബാത്തിൽ എവിടെയായിരിക്കും ഉണ്ടാവുക? അയാൾ പറഞ്ഞു, ഖാല ഫിന്നാർ, നരകത്തിൽ തന്നെയാണ്. ഇദ്ഹബ് ഫഖദ് അഫ്തൈത നഫ്സക്, നീ പോയിക്കോളൂ, നീ തന്നെ നിനക്ക് ഫത്വ പറഞ്ഞിരിക്കുന്നു എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാൻ.
അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ശരിക്കും മനസ്സിലാക്കണം. ഒരിക്കൽ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഇമാം മാലിക്കിനോട് ചോദിക്കപ്പെടുകയാണ്, മദീനക്കാർ സംഗീതത്തിന്റെ വിഷയത്തിൽ കുറച്ച് അളവുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇന്നമാ യഫ്അലുഹു ഇൻദനൽ ഫുസ്സാഖ്, അതേ മദീനയിലെ ചില തെമ്മാടികളാണ് അത്തരം സംഗീതങ്ങൾ അതുമായി കേട്ടിരിക്കുന്നത്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി പറയാൻ. നോക്കൂ സഹോദരങ്ങളെ, ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഖലഫ്തു ബിബഗ്ദാദ ശൈഅൻ അഹ്ദസത്ഹു الزنادقة യുസമ്മുനഹു അത്തഗ്ബീർ. ഞാൻ ബാഗ്ദാദിൽ നിന്ന് വിട്ടുവരുന്ന സമയത്ത് അവിടെയുള്ള നിരീശ്വരവാദികൾ തഗ്ബീർ എന്ന് പറയുന്ന കാര്യം പുതുതായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് തഗ്ബീർ? യസുദ്ദൂന ബിഹിൻ നാസ ആനിൽ ഖുർആൻ, ഖുർആനിൽ നിന്നും ആളുകളെയൊക്കെ തെറ്റിച്ചു കളയുന്ന ചില പദ്യങ്ങളെയാണ് തഗ്ബീർ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ഭൗതിക വിരക്തിയും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് ശരീരത്തിലും കല്ലിലുമൊക്കെ ചില താളാത്മകമായി ഇന്നത്തെ ചില സൂഫിയാക്കളൊക്കെ ചെയ്യുന്നത് പോലെയുള്ള താളം പിടിച്ചുകൊണ്ടുള്ള ചില പാട്ടുകളൊക്കെ ആലപിച്ചുകൊണ്ട് കൂടിയിരിക്കുന്ന കാര്യത്തിനാണ് തഗ്ബീർ എന്ന് പറയുന്നത്. എന്നിട്ട് ആളുകളെ ഖുർആനിൽ നിന്നും മറ്റുമൊക്കെ തടയുന്ന രീതിയാണ് ഇത്. ആ കാലഘട്ടത്തിൽ ബഗ്ദാദിൽ നിരീശ്വരവാദികൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി പറയാൻ. സഹോദരങ്ങളെ, ആദ്യ കാലഘട്ടത്തിൽ സംഗീതം തുടങ്ങിയത് മുഴുവൻ കുഫാറുകളും അതുപോലെ തന്നെ നിരീശ്വരവാദികളും ഒക്കെയാണ്. പിന്നീടാണ് ഈ ഉമ്മത്തിലെ ആളുകൾ അത് ഏറ്റെടുത്തു തുടങ്ങിയിട്ടുള്ളത്. അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാൻ, അൽ ഗിനാഉ റുഖിയത്തു സിന, സംഗീതം എന്ന് പറയുന്നത് വ്യഭിചാരത്തിന്റെ മന്ത്രമാണ്. വ്യഭിചാരത്തിലേക്ക് ആളുകളെ പതിയെ പതിയെ എത്തിക്കുന്ന കാര്യമാണ് സംഗീതം എന്നുള്ളത്. അദ്ദേഹം പറയാൻ, യസീദ് ബിൻ വലീദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചില ആളുകൾക്ക് നൽകുന്ന ഉപദേശത്തിൽ കാണാം, യാ ബനി ഉമയ്യ, ഓ ബനു ഉമയ്യ, ഇയ്യാക്കും വൽ ഗിന, നിങ്ങൾ സംഗീതത്തെ സൂക്ഷിക്കണം. ഫൈന്നഹു യൻഖുസുൽ ഹയാ, സംഗീതം കേൾക്കുന്ന ആളുകൾക്ക് ലജ്ജ കുറഞ്ഞു പോകും. വയസീദു ഫിശ്ശഹ്വ, അവരുടെ ദേഹേച്ഛകൾ, കാമവും വികാരവും ഒക്കെ അത് വർദ്ധിക്കും. വയഹ്ദിമുൽ മുറുഅ, ആ പറയുന്ന നാട്ടു നടപ്പിലൊക്കെ ഉണ്ടാകുന്ന നല്ല നാട്ടാചാരങ്ങൾ അതൊക്കെ അവരിൽ നിന്ന് ഇല്ലാതായി പോകും. വൈന്നഹു ലയനൂബു അനിൽ ഖംർ, അത് മദ്യത്തിന് പകരം നിൽക്കുന്ന കാര്യമാണ്. വയഫ്അലു മാ യഫ്അലു സുക്ർ, ലഹരി ബാധിച്ചവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സംഗീതത്തിന്റെ ആളുകൾ ചെയ്യും. സഹോദരങ്ങൾ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? ലഹരി ബാധിച്ചതുപോലെ സംഗീതം ആസ്വദിച്ചുകൊണ്ട് അത്തരം കൺസേർട്ടുകളിൽ മതിമറന്ന് ആസ്വദിക്കുന്ന ആളുകൾ ഇന്ന് വളരെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ഇത് ലജ്ജ ഇല്ലാതായി പോകുകയാണ്. ആണും പെണ്ണും രാവും പകലും ഒന്നും വ്യത്യാസമില്ലാതെ ഏതെങ്കിലുമൊക്കെ സംഗീതത്തിന്റെ ആളുകൾ വരുമ്പോഴേക്കും, അവരിൽ ഒരാൾ ഉദ്ഘാടനം ചെയ്യാനോ അവരിൽ ഒരാൾ സംഗീതം ആലപിക്കാനോ വരുമ്പോഴേക്കും എല്ലാം മറന്നുകൊണ്ട് ആണും പെണ്ണും ഒരു ഹിജാബ് പോലും ഇല്ലാതെ ഇങ്ങനെ കൂടി കലരുന്നതും അതിന്റെ പേരിൽ മുസ്ലിം ഉമ്മത്തിന് വലിയ നിലക്കുള്ള മോശപ്പേരുണ്ടാക്കുന്നതും സഹോദരങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അതുപോലെ വിവാഹ സദസ്സുകളും. മഹാനായ അൽ ഹസൻ അൽ ബസ്രി താബിഈൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാൻ, ഇൻ കാന ഫിൽ മലീമത്തി ലഹ്വുൻ ഐ ഗിനാഉ വലഇബ്, തീർച്ചയായും ഇത്തരത്തിലുള്ള വിവാഹ സദസ്സുകളിൽ സംഗീതമുണ്ടെങ്കിൽ ഫലാ ദഅവത ലഹും, അവർക്ക് നീ ഇജാബത്ത് നൽകേണ്ടതില്ല. കാരണം ചില ആളുകൾ പറയും വിളിച്ചാൽ പോകണ്ടേ എന്നാണ്. വിളിച്ചാൽ പോകണം, ശരിയാ. പക്ഷെ വിളിച്ചാൽ പോകുന്നതിന് തടസ്സം വിളിച്ചവൻ തന്നെ വെക്കുകയാണെങ്കിൽ ആ പോകാത്തതിന് നിനക്ക് കുറ്റമില്ല, നീ പോകേണ്ടതില്ല. അങ്ങനെ പോയി കഴിഞ്ഞ് നിനക്ക് അവിടെയുള്ള ആ പറയുന്ന കാര്യത്തെ എതിർക്കാൻ സാധിക്കുമെങ്കിൽ പണ്ഡിതന്മാർ പറയാൻ നീ പോയിക്കൊള്ളണം. പോകുന്നത് നല്ലതാ. നീ പോയാൽ എല്ലാവർക്കും ഉള്ള ഷർറില്ലാതായി തീരും. നീ പോയിക്കൊണ്ട് അവിടെ നിർത്തിവെക്കാൻ, അത് മാറ്റിവെക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ അതിൽ പോകണം. പക്ഷെ അതിന് സാധിക്കുകയില്ല എന്ന് കണ്ടാൽ നീ പോകേണ്ടതില്ല എന്നാണ്. ബന്ധം വഷളായി പോകുമെന്നാണ് പലർക്കും പ്രയാസം. നീ വിളിച്ചു പറഞ്ഞേക്കുക. ഇങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ട്, ഇത് ദീനിൽ ഹറാമായ കാര്യമുള്ളത് കൊണ്ട് എനിക്ക് വരാൻ സാധിക്കുന്നില്ല. എനിക്ക് യഥാർത്ഥത്തിൽ വരണമെന്നുണ്ട്. ബന്ധത്തിൽ ബന്ധം വഷളാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇത്തരം സംഗീതമുള്ള സദസ്സുകളിൽ പങ്കെടുക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കോപമുള്ള സദസ്സാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരൽ വർഷം ഉണ്ടാകുമെന്ന് പറഞ്ഞ, ഭൂമിയിലെ കാഴ്ചപ്പെടുമെന്ന് പറഞ്ഞ അത്രയും മോശപ്പെട്ട ഒരു കാര്യമാണ് സംഗീതം എന്നുള്ള കാര്യം സഹോദരങ്ങളെ അവരെ പറഞ്ഞു ധരിപ്പിക്കുക, അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ അറിയുന്നവർ പറയാതിരുന്നാൽ, അറിയുന്നവർ പോലും ഇത്തരം സദസ്സുകളിലേക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബാക്കിയുള്ള ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക? അതുകൊണ്ട് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി നോക്കൂ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സംഗീതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മസലകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു, സംഗീതം കൊണ്ട് ഒരിക്കലും ഒരു തരത്തിലുള്ള ചികിത്സയും തേടാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഹറാമ് കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. പല മ്യൂസിക് തെറാപ്പികളുമുണ്ട്, പല കാര്യങ്ങൾക്കും അത് ചെയ്യാൻ പാടില്ല. സംഗീതം നിഷിദ്ധമായ കാര്യമാണ്, അത് പാടില്ല. അതുപോലെ തന്നെ സംഗീതോപകരണങ്ങൾ അത് വിൽക്കാൻ പാടില്ല, അത് വാങ്ങാൻ പാടില്ല എന്നതുപോലെ തന്നെ സംഗീതത്തിന്റെ ഒരു ഉപകരണവും നമ്മുടെ കടകളിൽ ഉണ്ടാകാൻ പാടില്ല. അത് ഹറാമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ സംഗീതം കൊണ്ടുണ്ടാകുന്ന വരുമാനം അത് ഹറാമായ കാര്യമാണ്.
അവർ പറയുന്നത് അത് മയ്യത്തും അതുപോലെ രക്തവും ശവവും ഒക്കെ ഭക്ഷിക്കുന്നത് പോലെയുള്ള ഹറാമായ വരുമാനമാണ് ഈ സംഗീതം പാടിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് എങ്കിൽ അത് നിഷിദ്ധമായ കാര്യമാണ് എന്നാണ്. അതുപോലെ അവർ പറയാൻ ഒരു കള്ളൻ അയാൾ മോഷ്ടിച്ചത് ഏതെങ്കിലുമൊക്കെ ഇത്തരത്തിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ അതിന്റെ പേരിൽ അയാളുടെ കൈ ഛേദിക്കപ്പെടുകയില്ല. അത് എത്ര വില കൂടിയതാണെങ്കിൽ മോഷണം നിഷിദ്ധമാണ്. പക്ഷെ മോഷ്ടിക്കപ്പെട്ട വസ്തു ഇന്നതാണ് എങ്കിൽ അതിന്റെ പേരിൽ ഛേദിക്കപ്പെടേണ്ടതില്ല തുടങ്ങിയ മസലകളൊക്കെ അവർ ചർച്ച ചെയ്തത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം, സംഗീതം എന്ന് പറയുന്നത് നിഷിദ്ധമാണെന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും പണ്ഡിതന്മാർക്കിടയിലില്ല. 4 മദ്ഹബിൽ ഇമാമുമാരടക്കം സഹാബികൾ ഉൾപ്പെടെ വളരെ കൃത്യമായി നിഷിദ്ധമാണെന്ന് കൃത്യമായി പറഞ്ഞു തന്നിരിക്കുന്നു. പക്ഷേ നാടുകളിൽ അത് വല്ലാതെ വ്യാപിച്ചപ്പോൾ ആളുകൾക്ക് തന്നെ സംശയമായി, അല്ല അതിൽ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുമോ, അതല്ല അതിൽ എന്തെങ്കിലും കളവുകൾ ഉണ്ടായിരിക്കുമോ, നിക്കാഹിന്റെ വേളയിൽ കുഴപ്പമില്ല എന്നുണ്ടോ? സഹോദരങ്ങളെ ഇല്ല, ഒരിക്കലും തന്നെ ഇല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുപാധികം സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്നത് നിഷിദ്ധമാണെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ ആയത്തുകളും ഹദീസുകളും അതിന് തെളിവാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുക, തിരുത്താൻ തയ്യാറാവുക. നോക്കുക, ഇത്തരം ഹറാമുകൾ ഉപേക്ഷിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറിന്റെ ഒരുപാട് വാതിലുകൾ ഒരാൾക്ക് തുറന്നു തരും. അള്ളാഹുവിന് വേണ്ടി ഒരു ഹറാമ് അവൻ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ദീൻ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ദീനിലേക്ക് കൂടുതൽ കൂടുതൽ പ്രവേശിക്കാനും വലിയ ഖൈറുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരുന്നതാണ്. അതുകൊണ്ട് യാതൊരു വൈമനസ്സവും ഇല്ലാതെ യാതൊരു പ്രയാസവും ഇല്ലാതെ അത്തരം കാര്യങ്ങൾ മൊബൈലുകളിൽ മറ്റുമൊക്കെ അത്തരം സംഗീതത്തിന്റെ ആൽബങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. നിങ്ങളുടെ അങ്ങനെയുള്ള കമ്പ്യൂട്ടറുകളിൽ മറ്റുമുണ്ടെങ്കിൽ അത്തരം മുഴുവൻ സംഗീതങ്ങളും അത് പാട്ട് രൂപത്തിലാകട്ടെ എന്ത് രൂപത്തിലാകട്ടെ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ അത് ചെയ്യുക. നാളെ നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ഇത്തരം ഹറാമുകളാണ് നിങ്ങൾ ബാക്കി വെച്ചതെങ്കിൽ, ആളുകൾ ആ ഹറാമുകൾ നിങ്ങൾ ബാക്കി വെച്ചതെന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഖബറിലേക്ക് പോലും നിങ്ങൾക്ക് അതിന്റെ ശിക്ഷയുണ്ടാകുമെന്ന് വളരെ കൃത്യമായി ഭയപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് അവരുടെ ഇസ്സത്ത് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ദീൻ പുൽകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക വഅദാഅ അദ്ദീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.